فإنك غافر الذنب العظيم. അർഹമറഹ്മാനായ റബ്ബ് നിസ്കാരവും അനുബന്ധ കർമ്മങ്ങളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമാകുന്ന രാവിന്റെ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് വിശ്വസിക്കാം. ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്ന് വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളും അവൻ മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവർക്കും അവൻ അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖ് നബിയ്യിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം, പരിശുദ്ധമാകുന്ന ശഅബാൻ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. മഹാനാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശഅബാൻ ശഹരി, ശഅബാൻ അതെന്ന മാസമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാവുന്ന ആ പരിശുദ്ധമാകുന്ന ആയത്ത് ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അപരിശുദ്ധമാകുന്ന ആയത്ത് ഇറങ്ങിയത് ഈ പരിശുദ്ധ ശഅബാൻ മാസത്തിലാണ് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ആ ആയത്തിൽ പറയുന്നത് വളരെ വ്യക്തമാണ്. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി, നിശ്ചയമായും അല്ലാഹുവും അവന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സ്വല്ലൂ അലൈഹി വസല്ലിമു, നിങ്ങളും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. മറ്റൊരു കാര്യത്തിലും മറ്റൊരു വിഷയത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞാനും എന്റെ മലക്കുകളും ചൊല്ലുന്നുണ്ട്, അതല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്ന് ഒരു വിഷയത്തിലും പറയുന്നില്ല. നിസ്കാരം നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തണേ, നിങ്ങൾ സക്കാത്തിനെ കൊടുത്തു വിട്ടണേ. അവിടെയൊന്നും ഇതും ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എന്റെ അടിമകളാകുന്ന വിശ്വാസികളെ നിങ്ങളും ചെയ്യണമെന്ന് അല്ലാഹു പറയുന്നില്ല. പക്ഷേ ഇവിടെ ഞാനും എന്റെ മലക്കുകളും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും എന്റെ റസൂലിന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണമെന്ന് അല്ലാഹുവിന്റെ ആഹ്വാനമാണ്. ആ ആഹ്വാനം ഇറങ്ങിയത് പരിശുദ്ധമാകുന്ന ഈ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ശഅബാൻ അതെന്റെ മാസമാണെന്ന് പറഞ്ഞപ്പോ മഹാന്മാര് പറയുന്നുണ്ട്, ഈ മാസത്തിൽ പ്രത്യേകം നമ്മൾ സാധാരണ നിലക്ക് സ്വലാത്തുകൾ ചൊല്ലുന്നവരാകാം. പക്ഷേ ഈ മാസം ശഅബാൻ മാസത്തിൽ ആരെങ്കിലും ഒരാൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും എന്റെ മേലിൽ 3 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ എങ്ങനെ എന്നിലേക്ക് സ്നേഹിച്ചുകൊണ്ട് എന്നിലേക്ക് വല്ലാതെ കീഴ്പ്പെട്ടുകൊണ്ടുള്ള അടങ്ങാത്ത പ്രേമം കൊണ്ട് ഒരാൾ സ്വലാത്തുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനക്ക് നാളെ സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം തന്നെ പണിതു കൊടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സാധാരണ നിലക്കാണെങ്കിൽ ശഅബാൻ മാസത്തിൽ ഒരാൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തുകൾ അങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവനക്ക് അല്ലാഹു ധാരാളം നിഅ്മത്തുകൾ ചെയ്തു കൊടുക്കുമെന്ന് പരിശുദ്ധരാകുന്ന മഹത്തുക്കളാകുന്ന മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അല്ലാഹുവിന്റെ പരിശുദ്ധ ആഹ്വാനമുണ്ടായതും ഈ മാസത്തിലാണ്. മാത്രമല്ല, ഈ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ റമളാൻ കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ നോമ്പനുഷ്ഠിച്ചിരുന്ന
വരുന്ന മാസമാണ്. എന്താണ് നബിയെ അങ്ങനെ നോമ്പ് ഈ മാസത്തിൽ അനുഷ്ഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബത്തെ, ഈ പരിശുദ്ധ മാസത്തിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യന്റെ എല്ലാ അമലുകളും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുക. അതുവരെ അവൻ ചെയ്ത അമലുകൾ ഏഴാനാകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ തടയപ്പെടും. എന്നിട്ട് ഈ മനുഷ്യന്റെ അമലുകളെ അല്ലാഹുവിലേക്ക് എത്തിക്കുന്നത് പരിശുദ്ധമാകുന്ന ശഅബാനിൽ ബറാഅത്തിന്റെ ദിവസത്തിൽ, ശഅബാൻ 15ന്റെ ദിവസത്തിലാണ്. അതുകൊണ്ട് അന്നേ ദിവസം നോമ്പുകാരനായി കൊണ്ട് അല്ലാഹുവിലേക്ക് എന്റെ അമലുകൾ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു സഹാബ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ പവിത്രതകളുള്ള ഈ മാസം അതിനെ വേണ്ടുവോളം ഉപയോഗപ്പെടുത്താം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ മാസത്തിന്റെ ഹഖ്ഖാത്ത് ബറക്കത്തുകൊണ്ട് റസൂലുള്ളാഹിനെ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ട് അവിടുത്തേക്ക് സ്വലാത്തുകൾ സമർപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖ് നബിയിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമ ചൊല്ലിക്കൊണ്ട് തൗബ ചെയ്തുകൊണ്ട് നസുഹായ ചെയ്തുകൊണ്ട് സംഘം കുളിച്ചുകൊണ്ട് മശായിഖിനെ കൺകുളിർപ്പ് കണ്ടുകൊണ്ടുള്ള മരണം തരണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا